ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വയലൻസ് ആഘോഷിക്കപ്പെടുമ്പോൾ എന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നതാണ് പ്രധാന കാര്യം. നിങ്ങളത് കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓഡിയൻസിന് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. ലേറ്റസ്റ്റ് ആയിട്ട് 2024 മാർക്ക് ഇറങ്ങിയല്ലോ. അപ്പോൾ മാർക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് ചർച്ചകൾ വന്നു, വയലൻസ് ആഘോഷിക്കപ്പെടുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ നമ്മുടെ യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ കാണേണ്ടവർ കണ്ടാൽ മതി. വയലൻസ് ആണെന്ന് ആദ്യം പറഞ്ഞതാണ് ആ ഫിലിം. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അപ്പോൾ ഇത്ര വയലൻസ് മൂവികൾ റിലീസ് ചെയ്യുന്നതിനോട് എന്താ അഭിപ്രായം? താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. അത് കറക്റ്റ് ഇതിൽ മനസ്സിലാക്കിയിട്ട് കണ്ടിട്ട് ഒക്കെ അത് അവിടെ വിടും. മൂവിയല്ലേ, ആ ഒരു സെൻസിൽ കാണുക, മൂവിയുടെ സെൻസിൽ കാണുക, പേർപ്പസിലാണല്ലോ. ആ രീതി കണ്ടിട്ട് കളയുക. റിയൽ ലൈഫിലേക്ക് എടുക്കരുത്. സ്വാധീനിക്കുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും സിനിമയെ നമ്മൾ സിനിമയായിട്ട് തന്നെ നോക്കുക. മാർക്ക് ഇറങ്ങിയതുപോലെ തന്നെ വേറെ വയലൻസ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുവാക്കളിൽ അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. സിനിമേൻ്റെ രീതിയിൽ തന്നെ എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഇത്. പിന്നെ അത് വെച്ചിട്ട് കൂടുതൽ അതിപ്പോൾ വേറെ കോമഡി സിനിമകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നല്ല സന്തോഷം ഫീൽ ഗുഡ് സിനിമകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ എന്താ ആൾക്കാർ എടുക്കാത്തതെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാർക്കോ കണ്ടായിരുന്നോ? കണ്ടു. അല്ല, കണ്ടില്ല. അറിയാം അതിലെ വയലൻസ് ആണ്, അത്ര വയലൻസ് ഇഷ്ടമല്ലാത്തോണ്ട് കണ്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അതായത് ഇപ്പോൾ പ്രൊമോട്ടൊന്നും ചെയ്യില്ല, വേണ്ട സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ഇൻഫ്ലുവൻസ് അതിനെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം. ഇപ്പൊ ഭയങ്കരമായിട്ടൊരു ന്യൂസ് വന്നല്ലോ, വയലൻസ് ആഘോഷിക്കപ്പെടുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചർച്ചയൊക്കെ വന്നു. അതിനെക്കുറിച്ച് അഭിപ്രായം? ഇല്ല, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം വേണ്ടവർക്ക് കണ്ടാൽ മതി, അങ്ങനെയാണല്ലോ അവർ ഫിലിം ഇറക്കുന്നത്. പക്ഷെ അതിൽ നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിയൽ ലൈഫ് നല്ല ഫിലിം അതുപോലെ നല്ലൊരു രീതിക്ക് നമ്മൾ ഇൻപുട്ട് എടുക്കണം. ഏത് മൂവീസ് ആയാലും ഒരു വയലൻസ് പാടാണല്ലോ, അപ്പോൾ അതിൽ വയലൻസ് വേണമല്ലോ. മാർക്കോ കണ്ടായിരുന്നോ? അതാ ഒരു സിനിമ വയലൻസ് സിനിമയാണല്ലോ, അപ്പോൾ നെഗറ്റീവായിട്ടൊന്നും അല്ലല്ലോ. അല്ലെങ്കിലും നാട്ടിൽ കൊലയൊക്കെ നടക്കുന്നുണ്ടല്ലോ. സിനിമ അതിനൊരു ഇതുമല്ല. ഇല്ല അങ്ങനെ ഇഷ്ടമുള്ളത് കാണട്ടെ, അതാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുണ്ട്. ഇനി അത് ഏജ് ഗ്യാപ്പ് എടുത്ത് നോക്കുമ്പോൾ പലർക്കും പല രീതിയിലായിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഒന്നുകൂടെ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഒത്തിരിയേറെ വയലൻസ് സിനിമകൾ റിലീസായിട്ടുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ, അതായത് ഏറ്റവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വയലൻസ് കാണിച്ച സിനിമകളുടെ മുൻപന്തിയിൽ തന്നെയുള്ള ചിത്രങ്ങളാണ് ആനിമൽ ആണെങ്കിലും, കില്ലാണെങ്കിലും, അതുപോലെ തന്നെ അവസാനം ഇറങ്ങിയ മാർക്കോ ആണെങ്കിലും, അതേപോലെ തന്നെ മഹാരാജയിലും വയലൻസ് ഉണ്ട്. അതുപോലെ തന്നെ അത്തരം സിനിമകളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് മാസ് മസാല സിനിമകളിലൊക്കെ തന്നെ വയലൻസ് ഉണ്ട്. എടുത്തു പറയുമ്പോൾ ഈ കുറച്ച് സിനിമകളിൽ കുറച്ചധികം വയലൻസ് ഉണ്ട്. ഇത്തരം സിനിമകൾ കൂടുതലായിട്ടും തിയേറ്ററിൽ പോയി കാണുക തീർച്ചയായിട്ടും യുവാക്കൾ തന്നെയാണ്. സിനിമ എന്ന മാധ്യമത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, അത് കാണുന്ന പ്രേക്ഷകരെ സ്വാധീനിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ അത് നമ്മളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. ചിലതുണ്ട്, ഇപ്പോൾ ഒരു ട്രെൻഡ് വന്നാൽ ആ ഒരു ട്രെൻഡിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുക എന്നുള്ളത് നമ്മൾ പണ്ട് മുതൽക്ക് കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു ത്രില്ലർ ചിത്രം വന്നാൽ പിന്നീട് കുറച്ച് ത്രില്ലർ ചിത്രങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ കുറച്ചൊരു വയലൻസ് ചിത്രം കാണിച്ചാൽ കുറച്ച് നാളുകളായിട്ട് ഇനി വയലൻസ് സിനിമകളുടെ ഒരു കാലം തന്നെ ആയിരിക്കും. അതിനുദാഹരണമാണ് അതിപ്പോൾ ഇനിയിപ്പോൾ ഒരു വയലൻസ് സിനിമ വന്നാൽ ഇപ്പോൾ അവസാനം ഇറങ്ങിയ വയലൻസ് സിനിമയെക്കാളും അധികം വയലൻസ് കാണിക്കാനായിരിക്കും കൂടുതലായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി വരുന്ന സിനിമകളിൽ കൊടൂര വയലൻസ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് കരുതുന്നത്. പക്ഷെ അത് മാത്രം പോരാ, ഇത്തരം സിനിമകൾ എടുക്കുന്നതിനോടൊപ്പം കഥയ്ക്കും അതിനനുസരിച്ചുള്ള പ്രാധാന്യം സിനിമയിൽ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടോപ്പിക് അതല്ല, വയലൻസ് ആഘോഷിക്കപ്പെടുമ്പോൾ എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമ മാത്രം ബാൻ ചെയ്താൽ ശരിയാവില്ല, ലോക സിനിമ മൊത്തത്തിൽ തന്നെ ബാൻ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്തോനേഷ്യൻ സിനിമകൾ, കൊറിയൻ സിനിമകൾ, ജപ്പാൻ സിനിമകൾ, അങ്ങനെ മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ മറ്റ് ഭാഷകളിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ വയലൻസിൻ്റെ ഒരു അതിപ്രസരം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്ത്യൻ സിനിമയിലേക്ക് വരുമ്പോൾ ഈ അടുത്തായിട്ടാണ് അതായത് ഇത്രയ്ക്കും വയലൻസ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമകളൊക്കെ ഇറങ്ങിയതിന് ശേഷം അവിടെ ഇവിടെയൊക്കെയായിട്ട് ചില കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. നമ്മളത് വാർത്തകളിലൂടെയൊക്കെ കണ്ടതാണ്. ഏതൊക്കെയാണ് ആ കേസ് എന്നുള്ളതൊക്കെ.
ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു വിഷയം ചൂട് പിടിച്ച് വന്നത്. തീർച്ചയായിട്ടും സംവിധായകർക്ക് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്. ഈ വീഡിയോ കാണുന്നവരിൽ എല്ലാവർക്കും മാർക്കോ ഇഷ്ടപ്പെട്ടവരായിരിക്കണമെന്നില്ല. മാർക്കോ ഇഷ്ടപ്പെടാത്തവരും മാർക്കോ ഇഷ്ടപ്പെട്ടവരും ആവറേജ് ആയിട്ട് തോന്നിയവരും അങ്ങനെ എല്ലാവരും ഈ ഒരു കൂട്ടത്തിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് എന്നതും കൂടി രേഖപ്പെടുത്തുക. കൊറോണയുടെ ആ ഒരു ടൈമിലായിരിക്കും നമ്മളും മറ്റ് ഭാഷകളിലെ ചിത്രങ്ങളെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. ഒരുപക്ഷെ കൊറിയൻ സിനിമകൾ നമ്മുടെ കേരളത്തിൽ ഇത്രയേറെ പ്രാധാന്യത്തിൽ എത്തിയത് ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രികളിലെ സിനിമയൊക്കെ കണ്ട് നമുക്കും ആഗ്രഹം വന്നിട്ടുണ്ടാവാം അത്തരം സിനിമകൾ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിലും, അതായത് നമ്മുടെ ഇൻഡസ്ട്രികളിൽ സംഭവിക്കുന്നില്ല എന്ന്. അത് വയലൻസിൻ്റെ കാര്യം മാത്രമല്ല, ബാക്കി സയൻസ് ഫിക്ഷൻ്റെ കാര്യമാണെങ്കിലും പരീക്ഷണ ചിത്രങ്ങളുടെ കാര്യമാണെങ്കിലും എല്ലാം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഓരോന്നോരോന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം നമ്മളും മാറ്റത്തിൻ്റെ പാതയിലാണ്, ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടത്തെ പോലെ തന്നെ ഇവിടത്തെക്കാൾ അധികമായിട്ട് ഒത്തിരിയേറെ ക്രൈംസ് ചിലപ്പോൾ അവിടെയും രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നമ്മളെപ്പോഴും സിനിമയായിട്ട് തന്നെ കാണുക. അതിനപ്പുറത്തേക്ക് സിനിമയെ നമ്മൾ കൂടെ കൂട്ടുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ ഒരു 130 രൂപയോ അല്ലെങ്കിൽ 150 രൂപയോ കൊടുത്ത് നമ്മൾ ആ തിയേറ്ററിലിരിക്കുന്ന ആ ഒരു 2.5 മണിക്കൂർ സമയം, ആ ഒരു 2 മണിക്കൂർ സമയത്തേക്ക് മാത്രം ആ ഒരു സിനിമയെ നമ്മൾ കൈപ്പിടിക്കുക. തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ ആ കെട്ടിറങ്ങിയ പോലെ നമ്മളും അവിടെ നിന്ന് പോവുക. അതല്ലാതെ ഈ ഒരു ചർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാകുമോ എന്നതും സംശയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുക.